നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത കൃപ, നാച്ചുറോപ്പതി ഡോക്ടർ ആൻഡ് കൗൺസിലിംഗ് സൈക്കോതെറാപ്പിസ്റ്റ്. NFSH അഥവാ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ അടിസ്ഥാനത്തിൽ അയൺ ഡെഫിഷ്യൻസിയുടെ കാര്യത്തിൽ രണ്ടാമതായിട്ട് നിൽക്കുന്നത് നമ്മുടെ കേരളമാണ്, സൗത്ത് ഇന്ത്യയിൽ. ഇതിനെന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്കുള്ള ഒരേ ഒരു ശീലമാണ്. എന്തെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ചായ അഥവാ കാപ്പി കുടിക്കുക. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ചായ കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിൻസ് എന്ന് പറയുന്ന ഒരു പോളിഫീനോൾ ഉണ്ട്. ഈ ടാനിൻസ് നമ്മളുടെ ബോഡിയിലുള്ള അയണുമായിട്ട് ബൈൻഡ് ആകും. ഇങ്ങനെ അയണുമായിട്ട് ബൈൻഡ് ആയാൽ നമ്മളുടെ ബോഡിയിൽ അയൺ അബ്സോർപ്ഷൻ കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തന്നെ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചാലും അതിൽ നിന്ന് നമുക്ക് അയൺ കിട്ടാതെ വരും. അങ്ങനെയാണ് അയൺ ഡെഫിഷ്യൻസി അഥവാ അനീമിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമോ ഈ ചായ കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചായക്ക് പകരം ഹെർബൽ ടീസോ പെപ്പർമിൻറ്റ് ടീയോ കുടിക്കാവുന്നതാണ്.